കണിമംഗലം. അതെനിക്ക് സമ്മാനിച്ച നിനക്ക് നന്ദി. അപ്പോൾ നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത് മലയാള സിനിമയുടെ തറവാട്ടിലേക്കാണ് ഞാൻ എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. മനുശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വരിക്കാശ്ശേരി മന എന്നറിയപ്പെടുന്നത്. ഏകദേശം 80-ൽ കൂടുതൽ സിനിമകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി അന്യഭാഷ സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വാസ്തുശില്പി കൃഷ്ണൻ തമ്പുരാനാണ്. ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഇതിൻ്റെ ആനിമേറ്റഡ് ആയിട്ടുള്ള വിഷ്വൽസാണ്. ഇനി കാണാൻ പോകുന്നതാണ് റിയൽ ആയിട്ടുള്ള വിഷ്വൽസ് കേട്ടോ. ആദ്യ ചിത്രമായ തീർത്ഥം വരിക്കാശ്ശേരി മനയിൽ ചിത്രീകരിച്ചു. എന്നാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ അഭിനയിച്ച ദേവാസുരം സിനിമയിൽ മംഗലശ്ശേരി നീലകണ്ഠൻ തറവാടായി മംഗലശ്ശേരിയായാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത് എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വല്യേട്ടൻ, ദ്രോണ, മാടമ്പി, അങ്ങനെ നിരവധി സിനിമകൾ, വലിയ വലിയ ഹിറ്റുകൾ കൊടുത്ത സിനിമകൾ, ഇതെല്ലാം തന്നെ ഇവിടെ ചിത്രീകരിച്ച ഒന്നാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഭാരതപ്പുഴയോരത്താണ് നമ്മുടെ വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരിക്കാശ്ശേരി മനേൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റിങ്സൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പരിപാടി കാണാൻ വേണ്ടിയിട്ട്, സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. അത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു മനയാണല്ലോ അത്. അതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. ഇത് കണ്ടോ, മരത്തിൽ ചെത്തി തിളങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു ഗണപതിൻ്റെ ഒരു ശില്പമുണ്ട് കേട്ടോ. അത് നേരെ മുകളിലാട്ടോ. ഇത് കണ്ട, ഇതൊക്കെ നമുക്ക് നമ്മുടെ നേരെ മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. ഇത് കണ്ട, എമ്മാതിരി പെയിൻറ്റിങ്സാണ്. എന്ത് രസമെന്ന് അറിയും ഇതിനകത്ത്. കണ്ട ആ ഒരു ക്രിയേറ്റിവിറ്റി, കഴിവ്, അടിപൊളി. അങ്ങനെ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. എല്ലാം മരം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിൽ മൊത്തത്തിലും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന്. ഇതിലൊക്കെ പണ്ട് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ആർക്കറിയാം. ഇതും ഫുൾ മരം തന്നെയാണ് കേട്ടോ. നമുക്ക് താഴേക്ക് അടിപൊളിയായിട്ട് ഇറങ്ങിപ്പോവാം. ഇതാണ് നമ്മൾ കയറി നോക്കിയത്. എങ്ങനെയുണ്ട്? പൊളിയല്ല? ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലം തന്നെ. ഇത് കുറേ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പുകളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട, സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടുത്തെ കിച്ചൺ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ, അറിയില്ല. ഇത് കണ്ട, വിൻഡോ വെറൈറ്റി അല്ലേ? അതും ഫുൾ നല്ല മരം കൊണ്ട് തന്നെയാണ് കേട്ടോ. അതാണ് ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ്. പക്ഷെ നമുക്ക് അവിടെ പ്രവേശനം ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ അറിയാലോ, ഓരോരോ സീനുകൾ ഷൂട്ട് ചെയ്ത അമ്പലക്കുളങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കിൽ കാണുന്ന ഈ സ്ഥലത്തിന് പ്രത്യേകത അറിയോ? ഇത് മൊത്തം അടച്ചിട്ടിരിക്കുന്ന കേട്ടോ. ആ വീഡിയോൻ്റെ സൈഡ് ഞാൻ അതിനകത്തിടാം. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വല്യേട്ടൻ സിനിമയിൽ ആ മുക്കിക്കൊല്ലുന്നൊരു സീനില്ലേ, അതും ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മ ഓരോ സ്ഥലങ്ങളും കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരിക്കാശ്ശേരി മന ഒരു അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസാണ്. ഷൂട്ടിങ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പത്തായപ്പുര കേട്ടോ. അരിയും കാര്യങ്ങളും നമ്മൾ കൃഷി എടുത്ത സംഭവമെല്ലാം തന്നെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ അത് ഫുള്ള് റൂമായിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ആരെങ്കിലും വരുവാണെങ്കിൽ താമസിക്കാൻ വേണ്ടിയിട്ടും ഗസ്റ്റുകളുടെ റൂമായിട്ടും ഒക്കെ ആയിട്ടാണ് ഓരോ റൂമുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ
നമ്മുടെ മെയിനായിട്ടുള്ള ആ മന നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് മുകളിലേക്ക് നടന്നു പോകുന്ന സ്റ്റെയർ കേസാണ് കേട്ടോ. കണ്ട അടിപൊളിയായിട്ട് നമ്മൾ കറങ്ങി കറങ്ങി മുകളിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് കണ്ട ഇങ്ങനെ കറങ്ങി ഇറങ്ങാൻ പറ്റുന്നൊരു സ്റ്റെപ്പാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ജയറാമിൻ്റെ ഒരു സിനിമയിൽ ജയറാം ഇറങ്ങിപ്പോകുന്നൊരു സീനുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ട ഈ സീനൊക്കെ ഷൂട്ട് ചെയ്ത ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കയറിപ്പോകുന്നുണ്ട അങ്ങനെ കറങ്ങി അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ കണ്ടല്ല, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വരിക്കാശ്ശേരി മന. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന പുതിയ വീഡിയോസും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ.